മനുഷ്യജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അറിവ് എന്ന് പറയുന്നത് അലങ്കാരമല്ല. അത് നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ കെട്ടിവെക്കപ്പെട്ട ഒരു ഭാരമല്ല. കൊട്ടയിലാക്കി കഷ്ടപ്പെട്ട് നമ്മൾ ചുമന്ന് നടക്കേണ്ട ഒന്നല്ല. അത് മനുഷ്യർക്ക് അപരിചിതമായ ആകാശങ്ങളിലേക്ക് പറക്കാനുള്ള ചിറകുകൾ നൽകുന്ന, അപരിചിതമായ അനുഭവ മേഖലകളിലേക്ക് കടക്കാനുള്ള വാതിൽ തുറന്നു വെക്കുന്ന വിസ്മയകരമായ ഒന്നാണ്. നമ്മുടെ അസ്തിത്വം എന്ന് പറയുന്നത് തന്നെ സത്യത്തിൽ അറിവാണ്. ഇത്രയും അറിവിനെക്കുറിച്ച് പറയുന്നത് അറിവിൻ്റെ ലോകത്ത് വ്യാപരിക്കാത്ത ഒരു മനുഷ്യരും മനുഷ്യരായി ഉണ്ടാവുകയില്ല. എന്നാൽ അതേ അറിവിൻ്റെ മണ്ഡലത്തിൽ സവിശേഷമായി പ്രവർത്തിക്കുന്ന വ്യക്തികളുണ്ടാകും. അന്തോണിയോ ഗ്രാംഷി എല്ലാ മനുഷ്യരും തത്വചിന്തകരാണ് എന്ന് പറയുന്നത് പോലെ എല്ലാ മനുഷ്യരും അറിവാളരാണ്, അറിവിൻ്റെ ലോകത്ത് വ്യാപരിക്കുന്നവരാണ്. ഏറ്റവും പ്രാചീനമായ കാലത്ത്, അക്ഷരങ്ങൾ പോലും ആവിർഭവിച്ചിട്ടില്ലാത്ത കാലത്ത് മനുഷ്യർക്ക് അറിവുണ്ടായിരുന്നു. അവരെ നമുക്ക് നിരക്ഷരർ എന്ന് വിളിക്കാം, പക്ഷേ അജ്ഞർ എന്ന് വിളിക്കാൻ കഴിയില്ല. നിരക്ഷരർ എന്ന് പറയുന്നത് അക്ഷരങ്ങൾ പരിചയപ്പെടാത്തവർ എന്നർത്ഥത്തിൽ. എന്നാലും അക്ഷരമേ രൂപപ്പെടാത്തൊരു കാലത്ത് സാക്ഷരർ നിരക്ഷരർ എന്ന വിഭജനം നിലനിൽക്കുകയില്ല. അക്ഷരം ആവിർഭവിച്ചതിന് ശേഷം അക്ഷരലോകത്തിലേക്ക് പ്രവേശിക്കാത്തവരെയാണ് നാം നിരക്ഷരർ എന്ന് വിളിക്കുന്നത്. പക്ഷേ മനുഷ്യർക്ക് അജ്ഞരായിട്ട് നിലനിൽക്കാൻ പറ്റില്ല. മനുഷ്യർക്ക് നിലനിൽക്കണമെങ്കിൽ അറിവ് വേണം, അറിവില്ലെങ്കിൽ നിലനിൽപ്പില്ല. ഇത്രയും ആമുഖമായി സൂചിപ്പിക്കുന്നത് മലയാളത്തിൻ്റെ സ്വന്തം മാഷ് എന്ന് വിളിക്കാവുന്ന മഹാനായ ഒരു സാംസ്കാരിക പ്രവർത്തകൻ, എഴുത്തുകാരൻ, പത്രപ്രവർത്തകൻ, വിവർത്തകൻ നമ്മെ വിട്ടുപിരിഞ്ഞു. ഇത്രയും ഞാൻ പറഞ്ഞു കഴിയുമ്പോഴേക്കും അതാരാണ് എന്ന് കേൾക്കുന്നവർ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കും. MK സാനുമാഷ്. സാനുമാഷ് എന്ന് നാം സ്നേഹത്തോടെ വിളിക്കുന്ന സാംസ്കാരിക ജീവിതത്തിൻ്റെ സജീവ സാന്നിധ്യമായിരുന്ന അദ്ദേഹത്തിൻ്റെ ഇടപെടൽ മേഖലയെ വളരെ അകലെ നിന്ന് ചെറിയൊരു സമയത്തിനുള്ളിൽ അടയാളപ്പെടുത്താനുള്ള, അദ്ദേഹത്തെ അനുസ്മരിക്കാനുള്ള ഒരു സന്ദർഭമായിട്ടാണ് അന്വേഷണത്തിൻ്റെ അൽഗോരിതത്തിലെ ഈ എപ്പിസോഡ് ശ്രമിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്ന് പത്രങ്ങളിൽ, ആഴ്ചപ്പതിപ്പുകളിൽ, അതുപോലെ തന്നെ ദൃശ്യമാധ്യമ സംവാദങ്ങളിൽ ഒക്കെ അദ്ദേഹം പലതരത്തിൽ വിളിച്ചുണർത്തപ്പെട്ടിട്ടുണ്ട്. ഇനിയും അത് തുടരണം. കാരണം സാനുമാഷ് പഠനത്തെ ക്ലാസ് മുറിയിൽ നിന്ന് ചരിത്രത്തിലേക്ക് വിമോചിപ്പിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട നേതൃത്വപരമായ പങ്കുവഹിച്ച മലയാളത്തിൻ്റെ സ്വന്തം മാഷാണ്. നമുക്ക് നാർസിസിനെ പരിചയമുണ്ട്. നമ്മൾ നാർസിസിനെ പരിചയപ്പെട്ടത് ഗ്രീക്ക് പുരാണത്തിലെ ഒരു പ്രത്യേക കഥാപാത്രമായിട്ടാണ്. എന്നാൽ ഇനി ഞാൻ പറയുന്നത് നാർസിസ് ഗ്രീക്ക് പുരാണത്തിലൊരു കഥാപാത്രം തന്നെയാണ്. പക്ഷേ ക്ലാസ് മുറിയിലെ പാഠപുസ്തകത്തിന് വിദ്യാഭ്യാസ വ്യവസ്ഥക്കകത്തെ നാർസിസിൻ്റെ ഒരു പ്രതിനിധിയാവാൻ പറ്റും. അങ്ങനെ പാഠപുസ്തകം ഒരു നാർസിസ്റ്റായിട്ട് മാറുന്നത് അധ്യാപകരോ വിദ്യാർത്ഥികളോ തങ്ങളുടെ പഠനം തങ്ങൾക്ക് നിർദ്ദേശിക്കപ്പെട്ട പാഠപുസ്തകത്തിൽ തുടങ്ങി അവിടെ അവസാനിപ്പിക്കുമ്പോൾ ആ പാഠപുസ്തകത്തിൻ്റെ അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ
തിരിഞ്ഞു നോക്കാതെ പാഠപുസ്തകത്തിലെ തന്നെ ഒരു ലോകത്ത് പരിമിതപ്പെടുമ്പോൾ സൂക്ഷ്മാർത്ഥത്തിൽ ആ പാഠപുസ്തകം നാർസിസിൻ്റെ ക്ലാസ് മുറിയിലെ പ്രതിനിധിയായിട്ട് പരിമിതപ്പെടുകയാണ്. എന്നാൽ പാഠപുസ്തകം അവതരിപ്പിക്കുന്ന ആശയങ്ങൾ, അനുഭവങ്ങൾ, ആ ആശയങ്ങളിൽ നിന്ന്, അനുഭവങ്ങളിൽ നിന്ന് അതിനെ അപഗ്രഥിച്ചുകൊണ്ട് അതിൻ്റെ വ്യത്യസ്ത തലങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് ആ അറിവിനെ മറ്ററിവുമായി കണ്ണിയോർത്തുകൊണ്ട് അതിലുപരി നാം ജീവിക്കുന്ന കാലത്തിന് ആ അറിവിനെ അഭിമുഖമാക്കി വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെയും അറിവിൻ്റെയും ചരിത്രത്തിൻ്റെ ഭാഗമായി അതിനെ വിപുലപ്പെടുത്തിക്കൊണ്ട് നാം ഒരു പാഠപുസ്തകത്തെ സമീപിക്കുമ്പോൾ അത് നാർസിസ്റ്റല്ല, ഗ്രീക്ക് പുരാണത്തിലെ തന്നെ ഒരു കഥാപാത്രത്തെ പറയേണ്ടത് അനിവാര്യമായി തീരുകയാണെങ്കിൽ അത് പ്രോമത്യൂസ് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത്, സാനു മാഷ്, അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെയുള്ള മാഷ് എന്ന് പറയുന്നത് തൊഴിൽപരമായി വന്നു ചേർന്ന ഒന്ന് എന്നതിനേക്കാൾ ആദ്യം വന്നു ചേർന്നത് തൊഴിൽപരമായി തന്നെ ആയിരിക്കും. പക്ഷേ തൊഴിൽപരമായി വന്നു ചേർന്ന ആ മാഷ് എന്ന ആ ബിരുദത്തെ അതിൻ്റെ സമഗ്രമായ അർത്ഥത്തിൽ ഒരു സൗന്ദര്യാനുഭൂതിയാക്കി രൂപാന്തരപ്പെടുത്താൻ എം കെ സാനു മാഷക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ക്ലാസ് മുറികളെ ചരിത്രത്തിലേക്ക്, വിസ്തൃതമായ ജീവിതത്തിലേക്ക് വിമോചിപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ മലയാളത്തിൽ സാനു മാഷെ സാഹിത്യ വിമർശകൻ, സാംസ്കാരിക വിമർശകൻ, ജീവചരിത്രകാരൻ, പ്രഭാഷകൻ, വിവർത്തകൻ, ബാലസാഹിത്യകാരൻ, നോവലിസ്റ്റ്, സാമൂഹ്യ പ്രവർത്തകൻ, സംഘടനാ പ്രവർത്തകൻ, നിയമസഭാ സാമാജികൻ, പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ പ്രസിഡൻറ്റുമാരിൽ ഒരാളായിരുന്ന ആൾ, സാഹിത്യ അക്കാദമിയുടെ പ്രസിഡൻ്റായിരുന്ന ഒരാൾ, ഇങ്ങനെ പല രീതിയിൽ അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടുത്താൻ കഴിയും, പരിചയപ്പെടുത്തേണ്ടതാണ്. പക്ഷേ അതിലെല്ലാം ഉപരി അദ്ദേഹം മലയാളത്തിൻ്റെ സ്വന്തം മാഷാണ് എന്ന് ഞാൻ പറയാൻ കാരണം, ക്ലാസ് മുറിയിലെ വിദ്യാർത്ഥികളെ ഒരു പ്രത്യേക രീതിയിൽ, നമുക്കറിയാം ക്ലാസ് മുറിയിൽ അതിൻ്റേതായ ചിട്ടകളുണ്ട്. 4 ചുമരുകൾക്കകത്ത് പാഠപുസ്തകമുണ്ട്, പരീക്ഷയുണ്ട്. അതെല്ലാം പ്രധാനമാണ്. ഒരു അധ്യാപകനും ക്ലാസ് മുറിയിലെ അദൃശ്യമായ നിയമങ്ങളെ, പരീക്ഷയെ, വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്ക് തയ്യാറെടുപ്പിക്കുക എന്ന പ്രവർത്തനത്തെ, കിട്ടുന്ന മാർക്കുകളെ, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള തരംതിരിവുകളെ, ഇതൊന്നും തള്ളിക്കളയാൻ പറ്റില്ല. അതേസമയം അത് സാധാരണ ആർക്കും ചെയ്യാവുന്നതാണ്. തൊഴിലിനോട് സത്യസന്ധത പുലർത്തുന്ന ഏതൊരാളും അത് ചെയ്തിരിക്കും. എന്നാൽ അതിനപ്പുറത്തേക്ക് പഠനം കവിയുമ്പോഴാണ്, തുളുമ്പുമ്പോഴാണ് അത് സർഗാത്മകമാവുന്നത്. അങ്ങനെ ക്ലാസ് മുറിയെ സർഗാത്മകമാക്കുന്നതിൽ, അതിനെ സംവാദ നിർഭരമാക്കുന്നതിൽ, അതിനെ കലാത്മകമാക്കുന്നതിൽ, അതിനെ അഗാധമായ മാനവികതയുടെ, അടയാളപ്പെടുത്തുക അസാധ്യമായ അനുഭൂതിയുടെ ലോകത്തിലേക്ക് നയിക്കുന്നതിൽ സാനു മാഷ് വഹിച്ച പങ്കാണ് അദ്ദേഹത്തെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട അധ്യാപകനാക്കി മാറ്റുന്നത്. നമുക്കറിയാം, വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുമ്പോൾ, അതിൻ്റെ പ്രധാനപ്പെട്ട തത്വങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിലൊരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്ന് ജാക്കസ് ഡീലേഴ്സ് എന്ന വിദ്യാഭ്യാസ വിചക്ഷണൻ 4 pillars ഓഫ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിൻ്റെ 4 തൂണുകളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിലൊന്നാമത്തേത് ലേൺ ടു ലിവ് ടുഗദർ, ഒരുമിച്ച് ജീവിക്കാനുള്ള പരിശീലനം. ഒരുമിച്ച് ജീവിക്കാനുള്ള പരിശീലനം സാധാരണഗതിയിൽ ഒരു ക്ലാസ് മുറിയിൽ നിന്ന്, ഒരു വിദ്യാലയത്തിൽ നിന്ന്, ആ ക്ലാസ് മുറിയിലെ വ്യത്യസ്ത പശ്ചാത്തലത്തിലുള്ള വിദ്യാർത്ഥികളുടെ ഒത്തുചേരലിൽ നിന്ന് ഉണ്ടായിത്തീരാവുന്നതാണ്, ഉണ്ടായിത്തീരേണ്ടതാണ്.
എന്നാൽ ചില കലുഷമായ കാലങ്ങളിൽ വിവരണം ആവശ്യമില്ല, നമ്മുടേതുപോലൊരു കാലത്ത് അത് വേണ്ടത്ര സ്വാഭാവികമായിട്ടുണ്ടായില്ല എന്ന് വരാം. അവിടെയാണ് ക്ലാസ് മുറികളെ സൗഹൃദത്തിൻ്റെ വേദികളാക്കി തീർക്കുക എന്നൊരു ദൗത്യത്തിൽ അധ്യാപകർക്ക് കൂടി ഒരു പങ്കുണ്ടായിത്തീരുന്നത്. ഞാൻ പറഞ്ഞു, കുട്ടികൾക്കിടയിൽ തന്നെ സ്വാഭാവികമായിട്ടും അത്തരത്തിൽ ഒരുമിച്ചിരിക്കുന്നതിലൂടെ, ഒരുമിച്ച് പാഠം പഠിക്കുന്നതിലൂടെ, ഒരുമിച്ച് കളിക്കുന്നതിലൂടെ ഉണ്ടായിത്തീരുന്നതാണത്. എന്നാൽ ചിലപ്പോൾ അങ്ങനെ ഉണ്ടായിത്തീരുന്നതിലൊരു കുറവ് വരികയാണെങ്കിൽ ആ കുറവ് പരിഹരിക്കാൻ ചിലപ്പോൾ ഒരു കഥ മതിയാവും, ചിലപ്പോൾ ഒരു കവിത മതിയാവും, ചിലപ്പോൾ ഒരു സിനിമ മതിയാവും, ചിലപ്പോൾ ഒരു അനുഭവ അവതരണം മതിയാവും. മാർത്ത സി നുസ്ബോമിൻ്റെ ഒരു പ്രയോഗം കടമെടുത്താൽ നെറേറ്റീവ് ഇമാജിനേഷൻ. സാനുമാഷയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രചോദനമെന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുദേവനാണ്. നാരായണ ഗുരുസ്വാമി എന്ന അദ്ദേഹത്തിൻ്റെ ജീവചരിത്രകാരൻ എന്ന നിലയിൽ മലയാളത്തിൽ എത്ര പറഞ്ഞാലും അധികമാവാത്ത ഒരാളാണ്. പിൽക്കാലത്ത് ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് ആരൊക്കെ എന്തൊക്കെ എഴുതിയോ പറഞ്ഞോ, സഹോദരൻ അയ്യപ്പനെ പറ്റി ആരൊക്കെ എന്തൊക്കെ എഴുതിയോ പറഞ്ഞോ, അതെല്ലാം സാനുമാഷ്ടെ സഹോദരൻ അയ്യപ്പനെക്കുറിച്ചും ശ്രീനാരായണ ഗുരുസ്വാമിയെക്കുറിച്ചുമുള്ള ജീവചരിത്ര ഗ്രന്ഥത്തെ ആസ്പദമാക്കിയാണ്. സാനുമാഷ് തൻ്റെ ഒരു ക്ലാസ് റൂം അനുഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. തൊഴിൽ കിട്ടിയ ഉടനെ അദ്ദേഹത്തിന് ആദ്യം പഠിപ്പിക്കാനുണ്ടായിരുന്നത് ബെർണാഡ് ഷായെക്കുറിച്ചാണ്. അപ്പോൾ അദ്ദേഹം ആദ്യം ചെയ്തത്, സാധാരണ ഒരു അധ്യാപകൻ ചെയ്യുക, തനിക്ക് നിർദ്ദേശിക്കപ്പെട്ട ബെർണാഡ് ഷായുടെ നാടകമാണെങ്കിൽ നാടകം അത് നന്നായി പഠിച്ചിട്ട് അവതരിപ്പിക്കുകയാണ്. പക്ഷേ സാനുമാഷ് ആദ്യം ചെയ്തത് ബെർണാഡ് ഷായെപ്പറ്റി ലഭ്യമായ ജീവചരിത്രങ്ങൾ അത് വായിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ഓതറെക്കുറിച്ച് പഠിപ്പിക്കാൻ ആ ഓതറുടെ കൃതി അനിവാര്യമാണ്. അതോടൊപ്പം തന്നെ ആ ഓതറെക്കുറിച്ച് എഴുതപ്പെട്ട പഠനങ്ങൾ അനിവാര്യമാണ്. അതോടൊപ്പം തന്നെ ആ ഓതറുടെ ജീവിത പശ്ചാത്തലം മനസ്സിലാക്കുന്ന ജീവചരിത്രപരമായ വിവരണങ്ങൾ അനിവാര്യമാണ്. ഒരുപാട് തരത്തിലുള്ള വ്യത്യസ്തമായ അറിവുകളുടെ ഒരു മഹാസമ്മേളന നഗരിയായിട്ട് സത്യത്തിൽ ക്ലാസ് റൂം മാറണം. ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ മിക്കവാറും എല്ലാവരും സാനുമാഷോട് കടപ്പെട്ടിരിക്കും. ഞാൻ അദ്ദേഹത്തെ ഒരു റെഡി റെഫറൻസ് ഉസ്താദ് എന്ന് വിളിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. കാരണം വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, അധ്യാപകർക്കും ക്ലാസ് റൂമിൽ മാത്രമല്ല, ക്ലാസ് റൂമിന് പുറത്തും പ്രധാനപ്പെട്ട പല വിഷയങ്ങളെക്കുറിച്ചും സംസാരിക്കേണ്ടി വരുമ്പോൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചല്ലോ, ശ്രീനാരായണ ഗുരു, സഹോദരൻ അയ്യപ്പൻ, ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, വൈക്കം മുഹമ്മദ് ബഷീർ, പി കെ ബാലകൃഷ്ണൻ, കേസരി ബാലകൃഷ്ണപിള്ള, ഇങ്ങനെ മലയാളത്തിൻ്റെ ആത്മാഭിമാനം ഉയർത്തുന്നതിൽ ഉജ്ജ്വലമായ പങ്കുവഹിച്ചവർ. അവരെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ നമ്മുടെ മുമ്പിലുള്ള പെട്ടെന്നുള്ള റഫറൻസ് പുസ്തകങ്ങൾ, ധാരാളം ജീവചരിത്ര കൃതികൾ, ജീവചരിത്ര രചനയെ അതിൻ്റെ സാമ്പ്രദായികതയിൽ നിന്ന് അദ്ദേഹം മോചിപ്പിച്ചു. ക്ലാസ് റൂമും ഈ ജീവചരിത്ര രചനകളും തമ്മിലൊരു ബന്ധമുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ജീവചരിത്രവും ചരിത്രവും തമ്മിലുള്ള ബന്ധവും ഇതുപോലെ തന്നെ വ്യക്തമാണ്. അതുകൊണ്ട് മലയാളത്തിലെ ഏറ്റവും മികച്ചൊരു അധ്യാപകൻ എന്ന് നമ്മൾ അദ്ദേഹത്തെ പറയുമ്പോൾ, അദ്ദേഹം ക്ലാസ് മുറിയിൽ തുടങ്ങി ക്ലാസ് മുറിയിൽ അവസാനിക്കുന്നതിന് പകരം ചരിത്രത്തെ ക്ലാസ് മുറിയിലേക്ക് കൊണ്ടുവന്നു. അതോടൊപ്പം തന്നെ ക്ലാസ് മുറിയെ അദ്ദേഹം ചരിത്രത്തിലേക്ക് തുറന്നു വെക്കുകയും ചെയ്തു. അതുകൊണ്ട് ജീവചരിത്രം, ജ്വലിക്കുന്ന ജീവചരിത്രം, സജീവമായ ക്ലാസ് മുറി, ഇത് രണ്ടും തമ്മിലുള്ളൊരു പാരസ്പര്യം ഇതിവിടെ നിൽക്കുന്നില്ല.
സാഹിത്യ വിമർശനത്തിലേക്ക് നമ്മൾ കടക്കുമ്പോഴും ഇത് പ്രസക്തമാണ്. കാരണം സാഹിത്യ വിമർശനം എന്ന് പറയുന്നത് വായനക്കാർക്ക് പുതിയ കണ്ണ് നൽകലാണ്. നമ്മൾ സാധാരണ ഒരു കാര്യം കാണുന്നത് നമ്മുടെ ഒരു പശ്ചാത്തലത്തിൽ, എന്നാൽ ആ പശ്ചാത്തലത്തിന് പകരം വേറൊരു പശ്ചാത്തലം രൂപപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞാൽ ആ പഴയ കാഴ്ച മങ്ങുകയും പുതിയ കാഴ്ച തിളങ്ങുകയും ചെയ്യും. അതുകൊണ്ട് രണ്ട് ജോലി സാഹിത്യ വിമർശനത്തിൽ അനിവാര്യമാണ്. ഒന്ന്, കണ്ണിൻ്റെ കെട്ടഴിക്കുക. അധികാരം നമ്മുടെ കാഴ്ചയെ പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ അധികാരത്തെ പൊളിക്കുമ്പോൾ കാഴ്ചയുടെ കെട്ടഴിയും. അപ്പോൾ നമുക്ക് നമ്മുടെ മുമ്പിലുണ്ടായിരുന്ന പലതും മുമ്പ് കാണാൻ കഴിയാതിരുന്നത് കാണാൻ കഴിയുന്നൊരവസ്ഥ വരും. അതുകൊണ്ട് സാഹിത്യ വിമർശനത്തിന് നിരവധി നിർവചനങ്ങൾ നൽകണം. പലതരത്തിലുള്ള സാഹിത്യ വിമർശനമുണ്ട്. ബയോഗ്രഫിക്കൽ ലിറ്റററി ക്രിറ്റിസം, ഇംപ്രഷനിസ്റ്റിക് ക്രിറ്റിസം, ടെക്സ്റ്റൽ ക്രിറ്റിസം, അങ്ങനെ പലതരം സാഹിത്യ വിമർശനങ്ങളുണ്ട്. സോഷ്യോളജിക്കൽ ലിറ്റററി ക്രിറ്റിസം. ഈ എല്ലാ വിമർശന രീതികളും ഇവ തമ്മിൽ വലിയ അന്തരമുണ്ട്. പക്ഷേ ഇവയെല്ലാം നിർവഹിക്കാൻ ശ്രമിക്കുന്നൊരു കാര്യമുണ്ട്. അത് നമ്മൾ വായിക്കുന്ന കൃതിയുടെ സൂക്ഷ്മലോകങ്ങളെ അഭിമുഖീകരിക്കാൻ നമ്മളെ പ്രാപ്തമാക്കുക എന്നുള്ളതാണ്. അലസവായനയിൽ കാണാതെ പോകുന്ന നിരവധി കാഴ്ചകളെ പുതിയ രീതിയിൽ കണ്ടെടുക്കാൻ വായനയെ സൂക്ഷ്മമാക്കുന്ന പ്രവർത്തനമാണ്. കുട്ടികൃഷ്ണമാരാരൊക്കെ കവിതയെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ട്, അത് ശബ്ദത്തിൽ ആരംഭിക്കും. കാരണം നമുക്കറിയാം, കവിത ചൊല്ലുമ്പോൾ ഉച്ചത്തിൽ ചൊല്ലിയാലും മനസ്സിൽ ചൊല്ലിയാലും അതിൻ്റെ ശബ്ദം തന്നെയാണ് ആദ്യം വരുന്നത്. പിന്നെ ശബ്ദത്തിൽ നിന്ന് അർത്ഥത്തിലേക്ക്, അർത്ഥത്തിൽ നിന്ന് ഭാവത്തിലേക്ക്. ഭാവം എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്നൊരവസ്ഥയാണ്. ആഹ്ലാദമാവാം, സംഘർഷമാവാം, ശാന്തഭാവമാകാം, സങ്കടം ആവാം. പിന്നെ നമ്മൾ അതിൽ നിന്ന് ഒരു സാംസ്കാരിക അവസ്ഥയിലേക്ക്, ശബ്ദം, അർത്ഥം, ഭാവം, സംസ്കാരം. സത്യത്തിൽ സാഹിത്യ വിമർശനം ഇന്ന് സാംസ്കാരിക വിമർശനമായിട്ട് വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു സാംസ്കാരിക വിമർശകൻ എന്ന നിലയിൽ ഞാൻ സ്വയം കരുതുന്നത് സമസ്ത വിമർശനത്തിൻ്റെയും ആത്യന്തികമായ ലക്ഷ്യസ്ഥാനം എന്ന് പറയുന്നത് സാംസ്കാരിക വിമർശനം തന്നെയാണ്. സാംസ്കാരിക വിമർശനത്തിൻ്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നതാവട്ടെ അധികാര വിമർശനമാണ്. എല്ലാ തരത്തിലുള്ള അധികാരത്തെയും, വ്യക്തിതലം തൊട്ട് സാമൂഹ്യതലം തൊട്ട് രാഷ്ട്രതലം തൊട്ട് സകലമാന അധികാരത്തെയും പ്രശ്നവൽക്കരിക്കുന്ന നിരന്തരമായൊരു പ്രവർത്തനമാണ്. അതുകൊണ്ട് ഒരു സാഹിത്യ വിമർശകൻ എന്ന നിലയിൽ നമ്മൾ സാനുമാഷെ വിശകലനം ചെയ്യുമ്പോൾ അദ്ദേഹം നിരവധി സാഹിത്യ വിമർശന കൃതികൾ എഴുതിയിട്ടുണ്ട്. പല എഴുത്തുകാരെയും അദ്ദേഹം വിശകലന വിധേയമാക്കിയിട്ടുണ്ട്. അതിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, നേരത്തെ പറഞ്ഞ ബയോഗ്രഫിക്കൽ ലിറ്റററി ക്രിറ്റിസത്തിൻ്റെയും, അതായത് ജീവചരിത്രപരമായ വിമർശനം. എഴുത്താൾ അല്ലെങ്കിൽ എഴുത്തുകാർ ഒരു രചന നിർവഹിക്കുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള അവസ്ഥകളിലൂടെയാണ് അവർ കടന്നുപോയത്, അവരുടെ ജീവിതത്തിലെ ഏത് അനുഭവമാണ് പ്രത്യേകമായ ഈ രചനയ്ക്ക് ആസ്പദമായി തീർന്നത് എന്നൊക്കെയുള്ള തരത്തിലുള്ള ആ വിമർശന പദ്ധതിക്ക് ധാരാളം പരിമിതികളുണ്ട്. പക്ഷേ എങ്കിൽ തന്നെയും അത് നമ്മുടെ കാഴ്ചയുടെ കെട്ടഴിക്കാൻ സഹായകമാണ്. മറ്റൊന്ന് ഇംപ്രഷനിസ്റ്റിക് ലിറ്റററി ക്രിറ്റിസമാണ്, ആത്മപ്രതീതപരമായ വിമർശനം. അത് ഒരുപാട് കാലത്തെ വായനയിലൂടെ വിസ്തൃതമായൊരു മനസ്സ് ഒരു സാഹിത്യകൃതിയുടെ മനസ്സിലൂടെ നടത്തുന്ന യാത്രയാണ്, സഞ്ചാരമാണ്. അതായത്
ഒരു ഇംപ്രഷനിസ്റ്റ് ക്രിട്ടിക്ക് പ്രാഥമികമായിട്ട് ആലോചിക്കുന്നത് ഒരു കൃതി വായിക്കുമ്പോൾ ആ കൃതി തൻ്റെ അനുഭവത്തിൽ എന്തൊക്കെ അടയാളങ്ങളാണ് ഉണ്ടാക്കിയത്, തന്നിൽ ഏത് തരത്തിലുള്ള ആത്മനിഷ്ഠമായ, അതായത് ആ കൃതിയുടെ വസ്തുനിഷ്ഠയുടെ തലനാരിലുള്ള വിശകലനം എന്നതിന് പകരം ഒരു കൃതി തന്നിൽ എന്തൊക്കെ തരത്തിലുള്ള വികാര വിചാരങ്ങളാണോ ഉണർത്തുന്നത് അത് വായനക്കാരുടെ മുമ്പിൽ മനോഹരമായി ഹൃദ്യമായി ആവിഷ്കരിക്കുക എന്നുള്ളതാണ് ഇംപ്രഷനിസ്റ്റിക് ലിറ്റററി ക്രിറ്റിസിസത്തിൻ്റെ ദൗത്യം. ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത് സാനുഭാഷയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പ്രധാനമായും സാഹിത്യ വിമർശകൻ എന്ന നിലയിൽ അതിൽ നാം കാണുന്നത് ജീവചരിത്രപരമായ വിമർശനത്തിൻ്റെയും ആത്മപ്രതീതമായ വിമർശന രീതിയുടെയും ഒരു സർഗാത്മക സമന്വയമാണ്. അത് സത്യത്തിൽ ഒരു വലിയ പരിധി വരെ ക്ലാസ് റൂം തന്നെയാണ്. അതായത് ചിന്താവിഷ്ടയായ സീത അഥവാ ഒരു സ്വാതന്ത്ര്യം എന്ന് ചിന്താവിഷ്ടയായ സീതയെ വിമർശനപരമായി സാനുമാഷ് പഠിക്കുമ്പോൾ മാഷ മുമ്പുള്ളത് ഒരു വലിയ സമൂഹം എന്നതിനേക്കാൾ ഒരു ക്ലാസ് മുറി തന്നെയാണ്. അതുകൊണ്ട് മാഷ ക്ലാസും മാഷ് നടത്തിയ ജീവചരിത്രപരമായ രചനകളും അതോടൊപ്പം തന്നെ അദ്ദേഹം നടത്തിയ സാഹിത്യ വിമർശനങ്ങളും, ഇനി അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിലേക്ക് വന്നാലോ, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ പരിശോധിച്ചാൽ സത്യത്തിൽ പ്രഭാഷണങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള സൂക്ഷ്മമായ പഠനങ്ങൾ വേണ്ടത്ര മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് എനിക്ക് ഉറപ്പില്ല. പ്രഭാഷണങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള പഠനങ്ങൾ ധാരാളം ഉണ്ടാവേണ്ടതുണ്ട് എന്ന് നമുക്കറിയാം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സാനുമാഷ പ്രസംഗത്തിൽ തൻ്റേതായ ഒരു രീതി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തിൽ അഴീക്കോട് മാഷ് ഇന്ന് നമ്മോടൊപ്പമില്ല, എം.എൻ. വിജയൻ മാഷ് നമ്മോടൊപ്പമില്ല, ജി ശങ്കരക്കുറുപ്പ്, വാഗ്ബിട ആനന്ദൻ, മുനി ശിവപ്രസാദ്, എത്രയോ വലിയ പ്രഭാഷകർ. ഈ പ്രഭാഷകരുടെയൊക്കെ ലക്ഷ്യം ആരോടാണോ അവർ സംസാരിക്കുന്നത് ആ സദസ്സിനെ പ്രചോദിപ്പിക്കുക, ഉണർത്തുക, ചിന്തിപ്പിക്കുക. പ്രഭാഷണത്തെ പ്രേരണയുടെ കല, ആർട്ട് ഓഫ് പെർസുവേഷൻ എന്ന് പറയുന്നുണ്ട്. അത് വെറും പ്രേരണയുടെ മാത്രം കലയല്ല, നമുക്കറിയാം അതിന് വലിയൊരു ദൗത്യം അത് നിർവഹിച്ചിട്ടുണ്ട്. സഹോദരൻ അയ്യപ്പനെക്കുറിച്ചുള്ള സാനുമാഷ്ടെ പുസ്തകത്തിൽ അത് വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ വളരെ എന്താ പറയുക, ചീത്ത അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒന്നാണ് പീഞ്ഞപ്പെട്ടി പ്രസംഗം. പക്ഷേ കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ അത് വലിയ ഉജ്ജ്വലമായ പങ്ക്. ഇന്നത്തെ പോലെ കെട്ടിയൊരുക്കിയ ആഡംബരപൂർണമായ വലിയ സ്റ്റേജൊന്നും ഇല്ലാത്തൊരു സമയത്ത് പ്രഭാഷണം എന്നുള്ളത് നേർക്കുനേരെയുള്ള പ്രക്ഷോഭമായിരുന്നൊരു കാലത്ത് സഹോദരൻ അയ്യപ്പനൊക്കെ പ്രതികൂലമായ അവസ്ഥകളെ അഭിമുഖീകരിച്ചുകൊണ്ട് ധാരാളം പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ കേരളത്തിൽ പ്രഭാഷണ ചരിത്രത്തിലെ അപൂർവമായ മാതൃകകളിലൊന്ന് പൊയ്കയിൽ അപ്പച്ചൻ നടത്തിയ പ്രഭാഷണങ്ങളാണ്. അദ്ദേഹം പലതരം പാട്ടുകൾ പാടിയും പലതരം കഥകൾ പറഞ്ഞും ചന്തകളിൽ ചെന്നിട്ട് പ്രസംഗിക്കുകയും അവിടെ കൂടിയ ആളുകൾ വളരെ നാടകീയമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ അവതരണം. കോട്ടയത്തൊരു കാളച്ചന്തയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം ഞാൻ വായിച്ചത്. അദ്ദേഹം അവിടേക്ക് അങ്ങ് ചെല്ലുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, എൻ്റെ പക്കൽ 4 കാളകളുണ്ട്, വാങ്ങാൻ കഴിവുള്ളവർ ആരുണ്ട്? അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു കാളയുമില്ല, ഒന്നുമില്ല. പക്ഷേ എൻ്റെ കയ്യിൽ 4 കാളകളുണ്ട്, അതിന് ഇന്ന പ്രത്യേകതകളുണ്ട് എന്നൊക്കെ പറയുമ്പോൾ കാളച്ചന്തയിലെ ആളുകൾക്കിടയിൽ ഒരു വെറൈറ്റി കാളകൾക്ക് വേണ്ടി തിരഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അവരിങ്ങനെ അടുത്ത് വരും. അപ്പോൾ ഇദ്ദേഹം സദസ്സ് രൂപപ്പെട്ടു. അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ പതുക്കെ പറയും. അദ്ദേഹം പാട്ട് പാടും. എന്നിട്ട് അദ്ദേഹം അടുത്ത സ്ഥലത്തേക്ക് നടക്കുമ്പോൾ ഈ ഒരു സദസ്സിൽ വലിയ തിരക്കില്ലാത്ത ആളുകൾ ഇത് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ കൂടെ നടക്കും. അങ്ങനെ അടുത്ത സ്ഥലത്തെത്തുമ്പോൾ
ഈ സ്ഥലത്തു നിന്നുള്ള ആളുകൾ തന്നെ സ്വയം ഒരു സദസ്സാവും. ഞാൻ പറയുന്നത് അക്കാലത്ത് സഹോദരൻ അയ്യപ്പൻ ചെറിയ ഈ പീഞ്ഞപ്പെട്ടി അതിൻ്റെ മുകളിൽ കയറി നിന്ന് ആ പ്രസംഗം നമ്മുടെ നവോത്ഥാന ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതാണ് പീഞ്ഞപ്പെട്ടി. പക്ഷേ പിൽക്കാലത്ത് പ്രഭാഷണത്തെ അപഹസിക്കാനുള്ളൊരു വാക്കായിട്ട് ഇതേ പീഞ്ഞപ്പെട്ടി മാറുന്നുണ്ട് എന്ന് നമുക്കറിയാം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അദ്ദേഹം പ്രഭാഷകൻ എന്ന അർത്ഥത്തിൽ നമ്മൾ തുടങ്ങിയത് ക്ലാസ് മുറിയിലെ അധ്യാപകൻ, പിന്നെ കേരളത്തെ ആധുനിക ജനായത്ത മതനിരപേക്ഷ കേരളമാക്കുന്നതിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച നവോത്ഥാന പ്രതിഭകളുടെയും എഴുത്ത് പ്രതിഭകളുടെയും ജ്വലിക്കുന്ന ജീവചരിത്രങ്ങൾ. 3 മലയാളത്തിലെ ശ്രദ്ധേയമായ, മലയാളത്തിലെ മാത്രമല്ല മലയാളത്തിലും ലോകത്തിൻ്റെ പല ഭാഗത്തുമുള്ള എത്രയോ കൃതികൾ പരിചയപ്പെടുത്തുന്ന ജീവചരിത്രപരവും ആത്മപ്രതീതപരവുമായ വിമർശന രീതിയെ സമന്വയിപ്പിച്ചുകൊണ്ട് നിരന്തരം സാഹിത്യ വിമർശനം നടത്തിയ ഒരാൾ. 4ാമത്തെ അദ്ദേഹത്തിൻ്റെ സവിശേഷതയിലേക്കാണ് നമുക്കെല്ലാവർക്കും അറിയാം. കേരളം മുഴുവൻ പ്രസംഗിച്ച, മലയാളികളുള്ളിടത്തെല്ലാം പ്രസംഗിച്ച സാനുമാഷ് നീണ്ടകാലം പ്രഭാഷണം നടത്തിയ, വേദികളിൽ നിന്ന് വേദികളിലേക്ക് പലതരം വിഷയങ്ങളെക്കുറിച്ച്. കാരണം അദ്ദേഹം നിയമസഭാ സാമാജികനായിരുന്നു, അദ്ദേഹം സാഹിത്യ അക്കാദമിയുടെ പ്രസിഡൻ്റായിരുന്നു, അദ്ദേഹം പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു, നിരവധി സംഘടനകളുടെ നേതൃത്വത്തിലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള എത്രയോ പ്രഭാഷണങ്ങൾ അദ്ദേഹത്തിന് നടത്താൻ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പ്രഭാഷണങ്ങളുടെയും സ്വഭാവം എന്താണ്? ഞാൻ താരതമ്യത്തിന് വേണ്ടി യാന്ത്രികമായ താരതമ്യങ്ങൾ ആവശ്യമില്ല. ഓരോരുത്തരുടെയും പ്രഭാഷണം, ഓരോരുത്തരുടെയും ജീവിതം അവരുടേതായ ആവിഷ്കാര ലോകമാണ്. ഏതാണ് മുകളിൽ ഏതാണ് താഴെ എന്ന അധികാരകേന്ദ്രിതമായ താരതമ്യങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ടും അതേസമയം വൈവിധ്യത്തെ ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി ഒന്ന് മറ്റൊന്നിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമാകുന്നു, ആ വ്യത്യസ്തത അതിൻ്റെ സവിശേഷമായ ഉയർച്ചയായി നമുക്കെങ്ങനെ ഉൾക്കൊള്ളാം. അങ്ങനെ ഉൾക്കൊള്ളുമ്പോൾ ഓരോ പ്രഭാഷകരുടെയും പ്രഭാഷണത്തിൻ്റെ സാധ്യതകളെല്ലാം കൂടി ഒന്നിച്ചു ചേർന്ന് ഒരു മഹാസാധ്യതയായിത്തീരുന്ന ആ അർത്ഥത്തിലാണ്. അല്ലാതെ ആര് മുകളിൽ ആര് താഴെ, അത് വേറൊരു അർത്ഥത്തിൽ പ്രച്ഛന്നമായ ജാതി മേൽക്കോയ്മയുടെ ഒരു കാര്യപരിപാടിയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അതവിടെ നിൽക്കട്ടെ. പറഞ്ഞു വരുന്നത് സാനുമാഷ്ട പ്രഭാഷണവും അഴീക്കോട് മാഷ്ട പ്രഭാഷണവും നമ്മൾ താരതമ്യപ്പെടുത്തി കഴിഞ്ഞാൽ അഴീക്കോട് മാഷ് ഇങ്ങനെ പതുക്കെ, മാഷക്ക് വാക്ക് കിട്ടുന്നില്ല എന്ന് തോന്നും തുടങ്ങുമ്പോൾ, പിന്നെ അതവിടെ കൂടിയിട്ട് വലിയ ശബ്ദത്തിലേക്ക്, അതിൻ്റെ ഇടയ്ക്ക് ചില അമിട്ട് പോലെയുള്ള ചില രൂക്ഷമായ പരിഹാസങ്ങൾ, നർമ്മങ്ങൾ, രോഷപ്രകടനം, ഇതെല്ലാം കൂടി. എന്നാൽ സാനുമാഷ്ട പ്രസംഗം തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഒക്കെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ ക്ലാസ് റൂമിൻ്റെ കുട്ടികളെ പാഠം പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ്റെ ഒരവതരണ രീതിയാണ് അദ്ദേഹം പൊതുവിൽ പ്രഭാഷണങ്ങളിലും പുലർത്തിയത്. അദ്ദേഹം മണിക്കൂറുകളോളം സംസാരിക്കും. ക്ലാസ്സിൽ സംസാരിക്കുന്ന അതേപോലെ ആരോഹാവരോഹങ്ങളില്ല, ഉയർച്ച താഴ്ചകളില്ല, രൂക്ഷമായ പ്രയോഗങ്ങളില്ല, സൗമ്യം, ദീപ്തം, മധുരം. ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിച്ചത് അധ്യാപകൻ, ജീവചരിത്രകാരൻ, അത് കുറച്ചുകൂടി വിപുലപ്പെടുത്തേണ്ടതുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ നമ്മുടെ ഈ ഒരു എപ്പിസോഡിൽ അതിൻ്റെ ഒരു സമയപരിമിതി പരിഗണിച്ച് അതിൻ്റെ വിശദാംശങ്ങൾ കടക്കുന്നില്ല. പക്ഷേ സഹോദരൻ അയ്യപ്പനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ അദ്ദേഹം ജാതി രാക്ഷസ ദഹനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതൊന്ന് സ്പർശിക്കേണ്ടതുണ്ട്. കാരണം കേരളത്തിൽ വളരെ പ്രചാരമായ കോലം കത്തിക്കൽ സമരരൂപം, ആ സമരരൂപത്തിൻ്റെ തുടക്കം സഹോദരൻ അയ്യപ്പനിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ സഹോദരൻ്റെ കോലം കത്തിക്കൽ വർത്തമാനകാലത്തിലെ കോലം കത്തിക്കലിനേക്കാൾ എത്രയോ ആഴത്തിൽ അർത്ഥമുള്ളതാണ്. സാധാരണഗതിയിൽ ഭൂതകാലത്തെ മറികടന്ന് അതിനേക്കാൾ
മെച്ചപ്പെട്ട തരത്തിലേക്ക് വർത്തമാനകാലം മാറേണ്ടതുണ്ട്. ഞാൻ സൂചിപ്പിക്കാൻ കാരണം 1920-കളിലാണ് അദ്ദേഹം കൊടുങ്ങല്ലൂർ ചെയ്തിട്ടുണ്ട്, മറ്റ് പല സ്ഥലത്തും ചെയ്തിട്ടുണ്ട്. വൈക്കോല് കൊണ്ട് ഒരു ഭീകരമായ വികൃത രൂപത്തെ കെട്ടിയുണ്ടാക്കുകയാണ്. അതാണ് ജാതി ഭീകരൻ. എന്നിട്ട് അതിൻ്റെ അകത്ത് പൊട്ടിത്തെറിക്കുന്ന പല വസ്തുക്കളും പടക്കവും ഒക്കെ നിറയ്ക്കും. എന്നിട്ട് ഈ വികൃത ഭീകര രൂപത്തിൻ്റെ കഴുത്തിലൊരു പൂണൂല് ചാർത്തും. എന്നിട്ടിതിനെ ആളുകളെല്ലാം കൂടി എഴുന്നള്ളിച്ച് കൊണ്ടുവന്നിട്ട് ഒരു തീക്കുണ്ടത്തിലിട്ട് ദഹിപ്പിക്കും. അപ്പുറത്തൊരു മഞ്ചത്തിൽ കയറിയിട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ പീഞ്ഞപ്പെട്ടിയിൽ കയറിയിട്ട് സഹോദരൻ അയ്യപ്പൻ പ്രസംഗിക്കും. ഈ ജാതി ഭീകരൻ്റെ കോലം ദഹിപ്പിക്കുമ്പോൾ ഉള്ളിൽ പടക്കം കരുതിയതുകൊണ്ട് വലിയ പൊട്ടിത്തെറി ഉണ്ടാവും. മാത്രമല്ല ഒരു കാര്യം കൂടിയുണ്ട്, ഈ ജാതി ഭീകരൻ്റെ കയ്യിലൊരു കുടുക്ക തൂക്കും. എന്നിട്ട് ആ കുടുക്കയുടെ മുകളിൽ അസൂയ കുടുക്ക എന്ന് എഴുതി വച്ചിട്ടുണ്ടാവും. എന്നിട്ടിത് പൊട്ടിത്തെറിക്കും. ജാതി രാക്ഷസൻ തകരട്ടെ എന്ന മുദ്രാവാക്യങ്ങൾ മുഴങ്ങും. ജാതിക്കെതിരെയുള്ള വലിയ പ്രഭാഷണങ്ങൾ നടക്കും. 1920-കളിലാണ് 100 കൊല്ലം കഴിഞ്ഞു. പൊട്ടിത്തെറിച്ചിട്ടില്ല, തകർന്നിട്ടില്ല ജാതി മേൽക്കോയ്മ. അവിടെയാണ് അതിൻ്റെ അപാരമായ ശക്തി. അത് ചൂണ്ടിക്കാണിക്കാനല്ല, അന്ന് ജാതി ഭീകരൻ്റെ കോലമാണ് കെട്ടിയുണ്ടാക്കിയത്. അതായത് മൂർത്തമായിരിക്കുമ്പോൾ തന്നെ അമൂർത്തമായ ഒരു വലിയ മേൽക്കോയ്മയുടെ പ്രതീകാത്മകമായ രൂപമാണ് അന്ന് കെട്ടിയുണ്ടാക്കിയത്. ഇന്ന് നമ്മൾ മന്ത്രിമാരുടെ കോലം, അത് വളരെ എളുപ്പമാണ്. പക്ഷേ കോലം കത്തിക്കലിൻ്റെ ഏറ്റവും വികസിച്ച രൂപം വ്യക്തിയുടെ കോലം കത്തിക്കുക എന്നുള്ളതല്ല, മറിച്ച് ആശയങ്ങളുടെ, ജനവിരുദ്ധ ആശയങ്ങളുടെ കോലം. അങ്ങനെ ജാതി ഭീകരതയെ ഒരു കോലത്തിലൂടെ ദൃശ്യപ്പെടുത്തുകയും അതിനെ പ്രതീകാത്മകമായി ദഹിപ്പിക്കുകയും ചെയ്ത വൻ പ്രവർത്തനം. ഇതുപോലെ നിരവധി കാര്യങ്ങൾ. ഇപ്പം ഞാനിതെടുത്ത് പറയുന്നത് സാനുമാഷ്ട പുസ്തകത്തിൽ നിന്നാണ്. സഹോദരൻ അയ്യപ്പനെ പറ്റി KH സുബ്രഹ്മണ്യൻ്റെ പുസ്തകമുണ്ട്. ഒരു പക്ഷേ സഹോദരൻ അയ്യപ്പൻ്റെ ജീവചരിത്രം പരിശോധിക്കുമ്പോൾ ഈ 2 പുസ്തകങ്ങൾ വെക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി രാഷ്ട്രീയാർത്ഥത്തിൽ മുന്നിൽ നിൽക്കുന്നത് KH സുബ്രഹ്മണ്യൻ്റെ പുസ്തകമാണ്. പക്ഷേ അങ്ങനെ ആയിരിക്കുമ്പോഴും സാനുമാഷ് തൻ്റെ സഹോദരൻ അയ്യപ്പൻ രചനയെക്കുറിച്ച് പറയുമ്പോൾ അതിൽ ഈ പുസ്തകത്തെ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ഈ സഹോദരൻ അയ്യപ്പൻ്റെ കവിതകളും അദ്ദേഹത്തിൻ്റെ ജീവിതവും അതിൻ്റെ ഒരു സാഹിത്യ പശ്ചാത്തലം കുറേ കൂടി സാനുമാഷിൻ്റെ. പക്ഷേ സാനുമാഷിൽ അദ്ദേഹത്തിൻ്റെ ഒരു സൗമ്യത, നമ്മൾ പലപ്പോഴും വാഴ്ത്തുന്നൊരു സൗമ്യത, ആ സൗമ്യത ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളിലെ വെളിച്ചത്തെ അദ്ദേഹത്തിന് നന്നായി ആവിഷ്കരിക്കാൻ അവസരം കൊടുത്തിട്ടുണ്ട്. അതേസമയം ഗുരുവിൻ്റെ കൃതികളിൽ വലിയ പ്രക്ഷോഭാത്മകമായ ഒരു അവസ്ഥയുണ്ട്. അത് വേണ്ടത്ര വന്നുവോ? ഇതൊരു സംവാദത്തിന് വേണ്ടിയാണ് സാനുമാഷ കൃതികൾ. ഈ ഒരു കാഴ്ചപ്പാടിൽ കൂടി വായിക്കുമ്പോൾ അനുസ്മരണം അന്വേഷണവും, അനുസ്മരണങ്ങൾ മാത്രമായി അവസാനിച്ചാൽ അത് അനുസ്മരണത്തിൻ്റെ ഒരു പരിധിയിലുള്ള പ്രവർത്തനം മാത്രമായിരിക്കും. എന്നാൽ അന്വേഷണങ്ങൾ അനുസ്മരണങ്ങളെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകണം. അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത് അന്വേഷണത്തിൻ്റെ ഈ അൽഗോരിതം മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സാനുമാഷയെക്കുറിച്ചുള്ള പ്രാഥമികമായ, നമുക്കിനി ചെയ്യാവുന്നത് മാഷിൻ്റെ കൃതികൾ
ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ചും സഹോദരൻ അയ്യപ്പനെക്കുറിച്ചും വൈക്കം മുഹമ്മദ് ബഷീറിനെക്കുറിച്ചും ചങ്ങമ്പുഴയെക്കുറിച്ചും ഒക്കെയുള്ള ഡോക്ടർ പൽപ്പുവിനെക്കുറിച്ചും ഒക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ജീവചരിത്രപരമായ കൃതികൾ. അതോടൊപ്പം അദ്ദേഹം നോവലിനെക്കുറിച്ചും നാടകത്തെക്കുറിച്ചും എഴുതിയ വിമർശന പഠനങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ, അദ്ദേഹത്തിൻ്റെ സമ്പൂർണ്ണ കൃതി, 10,000-കണക്കിന് പുറങ്ങളുള്ള സമ്പൂർണ്ണ കൃതി പുറത്തിറങ്ങിക്കഴിഞ്ഞു. അതിലൂടെ കടന്നു പോവുകയും അദ്ദേഹത്തിൻ്റെ ചിന്തകളുടെ സാധ്യതകൾ നമ്മുടെ കാലത്തിൻ്റെ സർഗാത്മകതയുടെ ഭാഗമായി അതിനെ രൂപപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ അതിലെ പരിമിതികളെ തുറന്നു കാണിക്കുകയും അങ്ങനെ കുറേ കൂടി സാമ്പ്രദായികമായ അനുസ്മരണത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് സൂക്ഷ്മമായ അന്വേഷണത്തിൻ്റെ ലോകത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു പ്രചോദനമായിട്ട് നമ്മുടെ ഈ ഒരു അന്വേഷണത്തിൻ്റെ അൽഗോരിതത്തിലെ അവതരണം പ്രാഥമിക തലത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു ദിവസം കൊണ്ട് പ്രവർത്തിക്കും എന്ന അർത്ഥത്തിലല്ല. അതാണ് ഒരു പ്രതിഭാശാലിയോട്, പ്രത്യേകിച്ച് ജീവിച്ചിരിക്കുന്നവർക്ക് ചെയ്യാനുള്ള, അതാണ് ഒരർത്ഥത്തിൽ ഏറ്റവും മികച്ച അനുസ്മരണം. ആ മികച്ച അനുസ്മരണത്തിന് ഒരു വാചകം കൂടി ഞാൻ കൂട്ടിച്ചേർക്കാം. അനുസ്മരണത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാവുന്ന കാര്യമുണ്ട്, മരണം സാധാരണഗതിയിലുള്ളൊരു മുറിവല്ല. ഞാനതിനെ മുമ്മുറിവ് എന്നൊരു വാക്കുകൊണ്ട് വിശേഷിപ്പിക്കാനാണ്. കാരണം മറ്റു മുറിവുകൾക്കൊക്കെ നമുക്ക് മരുന്നുണ്ട്, എന്നാൽ മരണത്തിന് മരുന്നില്ല. പക്ഷേ മരുന്നില്ലാത്ത മരണത്തിനും മനുഷ്യർ ഒരു മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതാണ് അനുസ്മരണം. അത് ആരോഗ്യകരമായ ജീവിതത്തിന് മനുഷ്യർ നിരന്തരം കഴിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു മരുന്നാണ്. പക്ഷേ ആ മരുന്ന് നമ്മൾ കഴിക്കുന്നത് ആ മരുന്ന് കഴിക്കാൻ വേണ്ടിയല്ല, മറിച്ച് ആ മരുന്ന് കഴിച്ചിട്ട് നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ കൂടുതൽ ആരോഗ്യമുള്ളതാക്കി തീർക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് അനുസ്മരണം ആ രീതിയിലേക്ക് വിപുലപ്പെടുത്തപ്പെടേണ്ടതുണ്ട്. അതിനുള്ള ഒരു ചെറിയ ശ്രമമായി ഈ അനുസ്മരണത്തെ നമുക്ക് വികസിപ്പിക്കാൻ കഴിഞ്ഞാൽ അതാവും സാനു മാഷിൻ്റെ കൃതികൾക്ക്, അദ്ദേഹത്തിൻ്റെ സർഗാത്മകമായ ജീവിതത്തിന്, വർത്തമാനകാലത്തിന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഭാവന എന്ന് സംക്ഷിപ്തമായി സൂചിപ്പിച്ചുകൊണ്ട്, അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് അന്വേഷണത്തിൻ്റെ അൽഗോരിതത്തിൻ്റെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.